ഹായ് ഹലോ. അപ്പോൾ ഞാനിന്നൊരു ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഓൾറെഡി ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. എൻ്റെ കൂടെ വേറൊരു ആർട്ടിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളും ഒരു ഹിന്ദു ബ്രൈഡൽ ലുക്ക് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ മോഡൽ ലിൻഡയ്ക്ക് ഓൾറെഡി സാരിയൊക്കെ ഞാൻ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം സാരി ഡ്രൈപ്പിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഐ മേക്കപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് സ്കിൻ പ്രെപ്പ് ചെയ്തിട്ട് അതൊന്ന് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഷോർട്ട് ഹെയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഷോർട്ട് എക്സ്റ്റൻഷൻ തന്നെ ആഡ് ചെയ്തിട്ട് മെസ്സി ബ്രൈഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് വേരിയേഷൻ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഡബിൾ ലെയർ ഓഫ് ട്വിസ്റ്റിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേണി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോസ് ഫ്ലവർ വെച്ചിട്ടുള്ള വേണിയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി പോർഷൻ മുല്ലപ്പൂ വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആളുടെ ഹെയറിൽ കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ആൾ ഓൾറെഡി ഷാമ്പു വാഷൊക്കെ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ആളുടെ സ്കാൽപ്പ് ഓയിലി ആയതുകൊണ്ട് ഹെയറിൽ കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ പോകുന്നവർ നല്ല കെമിക്കൽ ഷാമ്പൂസ് തന്നെ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. നാച്ചുറൽ ഷാമ്പൂസൊക്കെ യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിലെ ഓയിൽ മൊത്തത്തിൽ വാഷ് ഔട്ടായി പോകില്ല. അതുപോലെ തന്നെ സ്ഥിരം ഓയിൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആളുടെ ഹെയറിൽ ഒരൊറ്റ വാഷിൽ നമുക്ക് ഓയിൽ ഫുള്ള് വാഷ് ഔട്ടായി പോവില്ല കേട്ടോ. 2-3 വട്ടമെങ്കിലും നമുക്ക് ഷാമ്പു വാഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ നല്ല നീറ്റായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ ആളുടെ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആളുടെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു തരി പോലും സ്കിൻ ടോൺ ചേഞ്ച് ആവാതെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുടെ ഫേസിൽ അധികം ഡിസ്കളറേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്ക് അണ്ടർ ഐ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളൊന്ന് കവർ ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൾ നല്ല സ്വെറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ ഒരുപാട് ഗ്ലോസി മേക്കപ്പ് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഒരു മാറ്റ് ലൈറ്റ് ഗ്ലോസി മേക്കപ്പാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അനങ്കൃതി എന്ന് പറഞ്ഞിട്ടുള്ള റെൻ്റൽ ഷോപ്പിൽ നിന്നായിരുന്നു. അവർക്ക് നോർത്ത് പറവൂർ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ പള്ളത്താങ്കുളങ്ങരയിൽ ഇപ്പോൾ പുതിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അനങ്കൃതി ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. അവരുടെ പേജ് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വീഡിയോസും ഫോട്ടോസും എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് കിരൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടനായിരുന്നു കേട്ടോ. ആളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ നല്ല അടിപൊളി ഫോട്ടോസാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് റോ ആയിട്ടുള്ള പിക്ചേഴ്സാണ്, ഒരു എഡിറ്റിങ്ങും ഇല്ല കേട്ടോ. അപ്പോൾ ആളുടെ പേജും കൂടി ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.